ഇന്ന് 21-ാം തീയതി സംസുക്ക് എത്തിയും കുട്ടികളും കൂടിയും ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര. അപ്പോൾ ഇതാണ് സംസുക്കാൻ്റെ അടുക്ക് പോകാനുള്ള വഴി. അപ്പോൾ സംസുക്ക് പറഞ്ഞ് മാനു അങ്ങോട്ട് പാടാം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, സ്പെഷ്യലായിട്ട് ബീഫ് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം. അപ്പോൾ വായ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ഇവിടെ തന്നെ പോകാറുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ തെങ്ങേറി വന്ന് അങ്ങനെ ഞാനും സംസുകൂടി തെങ്ങേറി വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങി തന്നെ. 9 മണി 10 11 മണിക്ക് കിടന്ന് ഉറങ്ങിക്കണേ. 12 മണി 1 മണി 2 മണിയാകുമ്പോഴത്തേന് നീച്ചോ. തെങ്ങ് കയറിയിട്ട് ഭയങ്കര മുരം കയ്യും വേദന. 5 തെങ്ങ് കയറി, അതിനപ്പുറം കയറാൻ പറ്റുന്നില്ല. ലിഫ്റ്റിലേക്ക് പോണ വഴിയാണ്, അതിൻ്റെ അപ്പുറം കയറാൻ പറ്റണില്ല. കാരണം ഭയങ്കര ചൂടാണ്. എന്താ കൂടെ പറയാ. തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ കണ്ട 3 മണിക്കൂറോ 4 മണിക്കൂർ പണിത്തിൽ 5 തെങ്ങ് കയറിയത്. ഞാൻ ഇപ്പം തളർന്നു. ഞാൻ പറഞ്ഞു സംസുക്ക നിർത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ വന്ന പാട് സംസുക്ക പോയിട്ട് ബീഫും ബിരിയാണിയും ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കടക്കട്ടെ. 4-ാം തട്ടിലാണ് സംസുക്ക താമസിക്കണേ. 25,000 രൂപ വാടക അങ്ങനത്തെ ഫ്ലാറ്റിലൊക്കെ താമസിക്കാണ്. ഇവിടെയാണ് സംസുക്ക താമസിക്കണേ. നടന്ന് എന്തെല്ലാം വാങ്ങിക്കുന്നവരെ തംസപ്പ് കാരണം ഭക്ഷണം കഴിച്ചാൽ ഒന്ന് റാത്താണ്. സംസുക്കയുടെ റൂം വേണ്ടി ഞങ്ങൾ മാഷാ അല്ലാ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. സംസുഖാൻ്റെ വീട് കണ്ടിട്ടില്ല എന്നൊന്നും ആരും പറയാമെന്നൊക്കെ ഉണ്ട്. സംസുഖ ഇങ്ങനെയുള്ള റൂമിലൊക്കെയാണ് താമസിക്കണത്. ഓക്കെ, ഇത് കിച്ചണാണ് കണ്ടില്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് റൂമാണ്, ഇത് മോൾക്കുള്ള റൂമാണ്. മോൾ ഈ റൂമിലാണ് താമസിക്കണത്. ഇത് ഭക്ഷണം ഉണ്ടാക്കണേ. ഇത് ഇത്രയും സംസുഖ ഇവിടെ താമസിക്കുന്ന റൂം. ഇവിടെ ബാത്റൂം. അപ്പോൾ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കട്ടെ. കാൽദിക്ക നിങ്ങൾ ഉണ്ടാക്കിയ അതേപോലത്തെ ബിരിയാണിയാണോ അതാണ് സത്യം പറയാം. അടിപൊളി ബിരിയാണി കാൽദിക്ക ഉണ്ടാക്കിയ മാഷാ അല്ലാ, മറക്കാൻ കഴിയില്ല. അതുപോലെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും അവിടെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ അപ്പോൾ കാൽദിക്ക അലിക്കയും കമറുബായി ഇവരൊക്കെ വിളിക്കും. അതുപോലെ സാബുബായി ആദ്യം സീനിൽ കൊടുക്കും കാൽദിക്ക. അപ്പോൾ കാൽദിക്ക മറന്നിട്ട് ആൾക്കാർ തിരക്കിലാക്കാരം. അപ്പോൾ സാബുബായി പറയും നമ്മളാ മാനുവിനെ എന്നിട്ട് വിളിക്കല്ലേ എന്ന്. അപ്പോൾ ഇതിനെ കേട്ടപാട് കാൽദിക്ക പറയും അതിനെന്താ ഓനോട് വിളിച്ചു വിടുന്നു. പക്ഷെ എന്നാളുണ്ടാക്കി ഞങ്ങളെ ബിരിയാണി സൂപ്പർ. അതേമാതിരി നിങ്ങളുടെ എത്തുണ്ടാക്കിയെന്നൊക്കെയാണ്. ഇത് ഒരു പുറത്തം പിടിക്കാണ്ടിട്ടാ ഈ ബീഫ് ഈ ബീഫ് ഇതിൽ ബീഫ് ഇതിലിട്ട് വെച്ചിട്ട് കണ്ടില്ലേ. ഈ അച്ചാർ വേണം, തുള്ളി അച്ചാർ വേണ്ട, ഇവിടെ കൊളാക്കണ്ട. ഇതിൽ കൂടെ ഒരു പുറത്തം പിടിക്കാണ്ടിട്ടാ നോക്കിട്ടാ. മാഷാ അല്ലാ, ഇത് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പോലും അറിയണില്ല. ഒരു പുറത്തു കൂടി പിടിക്കാം. ഇതാ ബീഫാണിത്. അല്ലെങ്കിലത് ബീഫ് ഇനിയൊരു നല്ല രസമുണ്ട്. ടെക്ക് വയ്യ, അടിപൊളിയായിട്ടാ സംസുഖ. അപ്പോഴാണ് സത്യം, ഞാൻ നോണ വലിയ വർത്തമാനം പറയില്ല. അടിപൊളി ബിരിയാണിയാണ്. ഉണ്ടോ കാണി. ബിരിയാണി തമ്പിലയുടെ മോള അടിപൊളി. മാഷാ അല്ലാ എടാ കാണേ ഉണ്ടാക്കി തന്ന ബിരിയാണി കേട്ടാ സൂപ്പർ. എന്താ സംസുഖ നിങ്ങൾ ഇപ്പോൾ പാവ് കഴിക്കണേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ബിരിയാണി ഇങ്ങനെ അങ്ങോട്ടൊക്കെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയണൊക്കെയാണ്. സംസുഖ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടപ്പോൾ ഞാൻ ഇവിടെ ഓടി വന്നത്. അപ്പോൾ സംസുഖൊക്കെ കഴിക്കാൻ പാടിച്ചത്ര എന്തായാലും ഉസാറാക്കാനുള്ള പരിപാടി കേട്ടാ. മാഷാ അല്ലാ, ദമ്മ് ബിരിയാണിയാണ്. ദമ്മ് ബിരിയാണി ചാറ് ഇത് നമ്മൾ അവിടുന്ന് പൊട്ടിച്ച മാങ്ങ. സൂപ്പർ. ഇനി ഇതൊരു പുറത്തം പിടിക്കാണ്ട് സുബ്ഹാനല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് 21/4/2025. മാഷാ അല്ലാ, ബാബു ഹെയറാക്കി കൊടുക്കട്ടെ. നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ ചെല്ലണം പെണ്ണുങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇവിടെ സംസുഖം എത്തിയും കുട്ടികളൊക്കെ ഉണ്ടായ കാരണം എൻ്റെ ഒരു ഭക്ഷണം നാടൻ ഭക്ഷണം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എല്ലാം പടച്ചോൻ തന്നുകൊണ്ടിരിക്കും.